ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ നമ്മുടെ 2024 കഴിഞ്ഞിരിക്കുകയാണ്. അത് നാളെ നമുക്ക് ന്യൂ ഇയറാണ്, പുതുവത്സരത്തിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗുണവും ദോഷവും എല്ലാം ഇടകലർന്നുള്ളതാണ്. അതിലേറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ യൂട്യൂബിൽ വന്നു എന്നുള്ളതാണ്. യൂട്യൂബിൽ വന്നപ്പോൾ മാത്രമാണ് എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഒരു മേഖലയാണെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം നമുക്ക് മറ്റെന്ത് കാര്യത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും യൂട്യൂബിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ടാലൻറ്റും അതുപോലെ തന്നെ ടെക്നിക്കാലിറ്റീസും അതിൻ്റെ കാര്യങ്ങളും അതുപോലെ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന സമയത്തിൽ നമ്മൾ ഇതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോയിലെ പോരായ്മകളും കാര്യങ്ങളും ഒരു സബ്സ്ക്രൈബറിനെ കിട്ടാൻ പോലും അത്രയേറെ ശ്രമകരമായ ഒരു ജോലിയാണ് അതെന്നും ഒക്കെ മനസ്സിലാവുന്നത്. യൂട്യൂബ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോം, വളരെ വേൾഡ് വൈഡായിട്ട് കിടക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളും ഒരു ചെറിയ ഒരു അംഗമാകാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു വലിയൊരു ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻ്റ് ആണെന്ന് ഞാൻ പറയും. ഇന്ന് 812 സബ്സ്ക്രൈബർ എനിക്കുണ്ട്. അപ്പോൾ ആ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അകമഴിഞ്ഞ സ്നേഹവും അറിയിക്കുകയാണ്. നമ്മളെ കൂടെ ഒരാളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ 2, 3, 4, 5 നമ്മളെ അറിയാത്ത, നമ്മളെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത അത്തരത്തിലുള്ള ഓരോ സുഹൃത്തുക്കളും നമുക്ക് വേണ്ടി അവരുടെ വിലപ്പെട്ട സമയവും മനസ്സും തന്നു എന്ന് പറയുമ്പോൾ 812 ഫ്രണ്ട്സ് എനിക്കുണ്ട്. അതിലും കൂടുതൽ ആ ഫ്രണ്ട്സ് വ്യാപിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിനൊരു പ്രത്യേകമായ ഒരു ധൈര്യവും ഒരു കരുത്തും ഒക്കെ വന്നതുപോലെ തോന്നും. അപ്പോൾ ഓരോ പോരായ്മകളെയും എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ വർഷം ദുഃഖവും സുഖവും അതാണല്ലോ ജീവിതം. അപ്പോൾ എന്നാലും ദൈവം നമുക്ക് ആരോഗ്യം തന്നിരുന്നു. നമുക്ക് ജീവനുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും മാത്രമേ നമ്മുടെ ഓരോരോ കാര്യങ്ങളും നേടിയെടുക്കാനും നമുക്ക് ഓരോ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനും ഒക്കെ കഴിയുള്ളൂ. അപ്പോൾ അതൊക്കെ വാരിക്കോരി തന്ന ഭഗവാന് നന്ദി പറയുന്നു. എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ നേടിത്തന്ന ഭഗവാനും ഓരോ ഫ്രണ്ട്സിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ തുടർന്നും ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പറയാം. എല്ലാവരും വീടൊക്കെ വൃത്തിയാക്കി നല്ല രീതിയിൽ അവനവൻ്റെ വീട്, അതെത്ര ചെറുതോ ആയിക്കോട്ടെ അല്ലെങ്കിൽ വാടക വീടായിക്കോട്ടെ, അത് നല്ല രീതിയിൽ വൃത്തിയാക്കി അതിനുവേണ്ടി ഒരു എഫേർട്ട്, വൃത്തിയാക്കാൻ വേണ്ടിയുള്ള ഒരു എഫേർട്ട് നമ്മൾ ഇടുക എന്നുള്ളതാണ് വളരെ പ്രധാനം. അടുക്കും ചിട്ടയോടുകൂടി കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുക. പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അടുക്കി അങ്ങനെ വയ്ക്കുക. അതുപോലെ തന്നെ പഴയ മുഷിഞ്ഞ കീറിപ്പോയ വസ്ത്രങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക. അതുപോലെ തന്നെ വിളക്ക്, അവരവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഭഗവാനെ വിളിക്കുന്ന കാര്യത്തിൽ മറക്കാതിരിക്കുക. അതുപോലെ വിളക്കൊക്കെ തേച്ച് വൃത്തിയാക്കി പിന്നെ പൂജ ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മൾ മലയാള വർഷത്തിൻ്റെ 1-ാം തീയതിയാണ് നമ്മളെപ്പോഴും പുതുവത്സരമായി നമ്മൾ ആഘോഷിക്കാറുണ്ടെങ്കിലും ന്യൂ ഇയർ നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും ഒരുപോലെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു വർഷത്തിൻ്റെ അവസാനം എന്ന് പറയുമ്പോൾ അടുത്ത വർഷത്തിൻ്റെ തുടക്കമാണ്. ഈ തുടക്കത്തിൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ആയുരാരോഗ്യ സൗഖ്യവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കാതെ അടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റാർക്കെങ്കിലും, അതായത് ഇപ്പോൾ നമ്മൾ മോളൊക്കെ ഇട്ട് കുറച്ച് ദിവസം ഇട്ടപ്പോൾ തന്നെ അത് ടൈറ്റായി പോയി, അപ്പോൾ പിന്നെ അത് വേറെ ആർക്കും നമുക്ക് കൊടുക്കാനും ഇല്ല നമ്മുടെ ഫാമിലിയിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വസ്ത്രങ്ങളൊക്കെ മറ്റൊരാളിന് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആദ്യമേ പറയുക, ഇതൊരിക്കൽ നമ്മൾ യൂസ് ചെയ്ത വസ്ത്രമാണെന്ന് പറഞ്ഞിട്ട് അവർക്കത് ഓക്കെയാണ്, കണ്ടാൽ നല്ല വസ്ത്രമാണ്, നമ്മൾ 1-2 പ്രാവശ്യം ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വസ്ത്രങ്ങളുണ്ടെങ്കിൽ അടുക്കി വെറുതെ അലമാരയിൽ വയ്ക്കുന്നത് മറ്റൊരാൾക്ക് അതൊരു വസ്ത്രദാനമായി നമുക്ക് കൊടുത്താൽ അതും വളരെ ശ്രേയസ്കരമായ കാര്യമാണ്. ഒപ്പം അന്നദാനം, ആർക്കെങ്കിലും 2, 3, 4 നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും ആൾക്കാർക്ക് വിശപ്പകറ്റാനുള്ള ഒരു ഭാഗ്യം നമ്മൾ ഓരോരുത്തർക്കും ഭഗവാൻ നൽകട്ടെ. നമുക്ക് പിന്നെ വേറെ എന്താണ്, അതുപോലെ ഈ ഒഴിഞ്ഞ
കുപ്പികൾ, അതുപോലെയുള്ള പൊട്ടിപ്പറഞ്ഞ അലുമിനിയം പാത്രങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ നിന്ന് നീക്കുക. അതെല്ലാം നെഗറ്റീവ് എനർജിയാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഭഗവാനെ വെച്ചിരിക്കുന്ന പൂജാ സ്പേസ് എന്നേ ഞാൻ പറയൂ. എല്ലാവർക്കും പൂജാ മുറി ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഭഗവാനെ വെച്ചിരിക്കുന്ന ആ സ്ഥലമൊക്കെ നല്ല വൃത്തിയായി തുടച്ച് വൃത്തിയാക്കുക. അതുപോലെ വല, മാറാല അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇന്ന് തന്നെ വൃത്തിയാക്കുക. വീടും പരിസരവും എല്ലാം വളരെ വൃത്തിയോടെ ശുദ്ധിയോടെ കൈകാര്യം ചെയ്യുക. ഭഗവാന് ഇത്രയും ദിവസം നമുക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുക. അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ദൈവത്തിനോട് മാപ്പ് പറയുക. സർവ അപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്നുള്ള മന്ത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ പറഞ്ഞ് മുന്നോട്ട് പോവുക. മുന്നോട്ടും നമുക്ക് ഓരോ നല്ല പ്രവൃത്തികൾ ചെയ്യാനും നന്മയ്ക്കൊപ്പം നിൽക്കുവാനും നമ്മൾ ഓരോരുത്തർക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും, എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണും വരെ താങ്ക് യു. ടേക്ക് കെയർ.